കലോത്സവ വേദിയിലെ ചൂടിനൊരു രക്ഷയുമില്ല. തണുത്ത എന്തെങ്കിലും കിട്ടിയെങ്കിൽ സമാധാനമായേനെ. വർഷങ്ങളായി കലോത്സവ വേദിയിൽ തളർന്നു വളരുന്ന വിദ്യാർത്ഥികൾക്ക് ഓറഞ്ചും പഴവും നൽകാൻ ഇത്തവണയും പോലീസ് അസോസിയേഷനും മറന്നിട്ടില്ല. നല്ല വെയിലുണ്ട്. ഈ സമയത്ത് നമുക്ക് വല്ല ഓറഞ്ചോ ആപ്പിളോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സമാധാനം കിട്ടും അല്ലേ? ഇവിടെ കേരള പോലീസ് അസോസിയേഷനും ഓഫീസേഴ്സ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച് ഈ വിദ്യാർത്ഥികൾക്കും വേണ്ടി മറ്റും ഈ ഓറഞ്ചും ആപ്പിളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? ഇപ്പോൾ അസോസിയേഷൻ സെക്രട്ടറി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ പുതിയൊരു ആശയത്തിലേക്ക് എങ്ങനെയാണ്? ഇത് ഒരു പുതിയ ആശയമല്ല. കാരണം കേരളത്തിലെ കലോത്സവം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ നെഞ്ചിലോടൊപ്പം പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാ കാലവും നെഞ്ചിലേറ്റി നടത്തുന്ന ഒരു ഉത്സവമാണ്. എല്ലാ കാലവും കഴിഞ്ഞ കോഴിക്കോട് കലോത്സവമായാലും കൊല്ലം കലോത്സവമായാലും അവിടെ എല്ലാം തന്നെ പോലീസ് സംഘടനകൾ ഇത്തരത്തിലുള്ള സ്റ്റാളുകൾ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 600-ന് മേളിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഓരോ ദിവസവും വിവിധ വേദികളിലായി ഡ്യൂട്ടിയിലുണ്ട്. അതിനുമപ്പുറം ആ ഡ്യൂട്ടിയിൽ നിന്നുള്ള ഇടവേളകളിൽ സമയം കണ്ടെത്തിക്കൊണ്ടാണ് പോലീസ് സംഘടനകൾ, പോലീസ് ഓഫീസർ അസോസിയേഷനും അതുപോലെ കേരള പോലീസ് അസോസിയേഷനും കൂടി സംയുക്തമായാണ് തിരുവനന്തപുരം ജില്ലയിലെ അസോസിയേഷൻ സംയുക്തമാണ് ഇത്തരത്തിലൊരു സ്റ്റാൾ സംഘടിപ്പിക്കുന്നത്. തീർച്ചയായും ഈ പൊരിഞ്ഞ വെയിലിൽ ഇവിടെ എത്തുന്ന മത്സരാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അതുപോലെ അവരുടെ അധ്യാപകരും ഉൾപ്പെടെയുള്ള പോലീസ് ഡ്യൂട്ടിക്ക് എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് ഇത്തരത്തിൽ കുടിവെള്ളവും ചുക്ക് കാപ്പിയും ലഘുഭക്ഷണങ്ങളും ഐസ്ക്രീം ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഈ വരുന്ന ദിവസങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആ കലയുടെ മാമാങ്കത്തോടൊപ്പം ഈ തിരുവനന്തപുരത്തിൻ്റെ വൈബിനോടൊപ്പം പോലീസ് സംഘടനകളും പോലീസും ചേരുന്നു എന്നുള്ളതാണ്. അതൊരു ജനമൈത്രി പോലീസിനോട് എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിൽ ജനങ്ങളും പോലീസും ഒന്നാണ്, പോലീസിനെ അഭിമുഖീകരിക്കാൻ പേടി വേണ്ട എന്നുള്ളൊരു സന്ദേശം കൂടി ഞങ്ങൾ ഇതിൽ നൽകിക്കൊണ്ടാണ് ഈ കുട്ടികളോടൊപ്പം ചേർന്നുകൊണ്ട് ഈ ഉത്സവത്തിൽ നമ്മൾ ചെയ്തത്. നാളെ ഞങ്ങൾ പുത്തരിക്കണ്ടം മൈതാനത്ത് ഭക്ഷണ വിളമ്പലിൽ ഒരു ദിവസത്തെ ഞങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥർ അതിൻ്റെ ചുമതലയും അവിടെ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. തീർച്ചയായും ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം പോലീസ് സംഘടനകളും വളരെ കൃത്യമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പോകും. എല്ലാ കാലവും ഈ ഉത്സവത്തിൻ്റെ ആ ഒരു ശക്തിയോടൊപ്പം ഞങ്ങൾ നിൽക്കുമെന്നുള്ളതാണ് ഇത് പറയുന്നത്. ഈ പ്രധാന വേദിയിൽ മാത്രമല്ല ഇത്തരത്തിലൊരു സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായും ഒരു പ്രധാന വേദി ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നു പോകുന്നതും മത്സരാർത്ഥികളുള്ളതും ഏറ്റവും കൂടുതൽ രാത്രിയും പകലും മുഴുവൻ സമയവും മത്സരം നടക്കുന്ന ഒരു വേദി എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്തിരിക്കുന്നത്. മറ്റുള്ളിടത്തെല്ലാം തന്നെ അതിനനുസരിച്ച് മറ്റ് ക്രമീകരണങ്ങൾ ഗവൺമെൻറ്റും എല്ലാം തന്നെ അവിടെ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെയാണ് അതിൻ്റെ ഒരു പ്രധാന ആവശ്യകത തോന്നിയതുകൊണ്ടും ഞങ്ങൾ ഇവിടെ കേന്ദ്രീകരിച്ചത് ചെയ്തിരിക്കുന്നത്. എന്തായാലും പോലീസും അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളോടൊപ്പം അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പേടിയില്ലാതെ പോലീസിനെ സമീപിക്കാം എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. ക്യാമറമാൻ ചാൾസിനൊപ്പം ബിനിയാരാജ്, കേരള വിഷൻ ന്യൂസ്.